ക്യാഷ് കൗ ആൻഡ് വൈറ്റ് എലിഫന്റ്. രണ്ട് അനിമൽസിൻ്റെ പേരാണ്, ഒന്ന് കൗ, ഒന്ന് എലിഫൻറ്റ്. പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം. ഇത് രസകരമായ ഉപയോഗങ്ങളാണ്. കാശുണ്ടാക്കാനുള്ള മാർഗം, വരുമാനമുണ്ടാക്കാനുള്ള മാർഗം എന്ന അർത്ഥത്തിലാണ് ക്യാഷ് കൗ ഉപയോഗിക്കാറുള്ളത്. ദാറ്റ് സ്മോൾ ഷോപ്പ് ഹാസ് ബിക്കം എ ക്യാഷ് കൗ ഫോർ ഹിസ് ഫാമിലി. ആ ചെറിയ കട കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അർത്ഥം. ആ ചെറിയ കടയാണ് അവരുടെ വരുമാന മാർഗം. ഫോർ മെനി ആപ്സ് ആഡ്സ് ആർ ദ റിയൽ ക്യാഷ് കൗ. പല ആപ്പുകൾക്കും പരസ്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള വരുമാനം. ഹിസ് റെൻ്റൽ പ്രോപ്പർട്ടി ഈസ് എ സ്റ്റഡി ക്യാഷ് കൗ. അയാളുടെ വാടക കെട്ടിടങ്ങളാണ് അയാളുടെ സ്ഥിര വരുമാനം എന്നർത്ഥം. ദ കമ്പനി ഈസ് റിലയിങ് ഓൺ ദ ഓൾഡ് സോഫ്റ്റ്വെയർ ആസ് എ ക്യാഷ് കൗ. കമ്പനി പഴയ സോഫ്റ്റ്വെയറിനെയാണ് ആശ്രയിക്കുന്നത് വരുമാനം ഉണ്ടാക്കാൻ എന്നർത്ഥം. ദ ന്യൂ പ്രോജക്റ്റ് വിൽ ബിക്കം എ ക്യാഷ് കൗ ഇഫ് ഇറ്റ് സക്സീഡ്സ്. ആ പുതിയ പ്രൊജക്റ്റ് വിജയിക്കുകയാണെങ്കിൽ നമുക്കൊരു ക്യാഷ് കൗ ആയിരിക്കും, വരുമാന മാർഗ്ഗമായിരിക്കും. ചിലപ്പോഴെങ്കിലും ഈ ക്യാഷ് കൗ എന്നുള്ളത് നെഗറ്റീവായ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചുളുവിൽ വരുമാന മാർഗം ഉണ്ടാക്കാൻ എന്നുള്ള അർത്ഥത്തിൽ. ദേ ആർ യൂസിങ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ആസ് എ ക്യാഷ് കൗ. ആ വിദ്യാഭ്യാസ രീതി കാശുണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഹിസ് യൂട്യൂബ് ചാനൽ ഹാസ് ബിക്കം എ ക്യാഷ് കൗ. അയാളുടെ യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ അയാളുടെ ഒരു വരുമാനം. ഇനി വൈറ്റ് എലഫൻറ്റ്, ഈ വാക്ക് മലയാളത്തിലും നമുക്ക് സുപരിചിതമാണ്. വെള്ളാന. എന്താണ് വെള്ളാന? കുറേ കാശ് അങ്ങോട്ട് ചിലവാക്കണം, അത് നഷ്ടമാണ്, ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ക്യാഷ് വേണം, അതാണല്ലോ വെള്ളാന. ഇത് ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ്. ഇത് വൈറ്റ് എലിഫന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ദ ഹ്യൂജ് ഹൗസ് ബിക്കെയിം എ വൈറ്റ് എലിഫന്റ് ആഫ്റ്റർ ഹിസ് ചിൽഡ്രൻ മൂവ്ഡ് അബ്രോഡ്. അയാളുടെ കുട്ടികൾ വിദേശത്ത് പോയതിൽ പിന്നെ ആ വീട് അയാൾക്കൊരു ബാധ്യതയായി, ഒരു വെള്ളാനയായി. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കാശ് ചിലവാക്കണമെന്നർത്ഥം. കാർ ടേൺഡ് ഇൻ ടു എ വൈറ്റ് എലിഫന്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ്. ആ കാർ ഒരു വെള്ളാനയായി മാറി. എന്ത് ചിലവാണ് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. ദ സ്റ്റേഡിയം ബിക്കെയിം എ വൈറ്റ് എലിഫന്റ് ആഫ്റ്റർ ദി ടൂർണമെൻറ്റ് എൻഡഡ്. ടൂർണമെൻറ്റ് കഴിഞ്ഞതിൽ പിന്നെ ആ സ്റ്റേഡിയം ഒരു വെള്ളാനയാണ്. ദാറ്റ് ബിൽഡിംഗ് ഈസ് എ വൈറ്റ് എലിഫന്റ് നൗ. ആ കെട്ടിടപ്പോൾ ഒരു വെള്ളാനയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലവുണ്ട്, വരുമാനമൊന്നുമില്ല. ഇഫ് നോട്ട് മാനേജ് പ്രോപ്പർലി ദ പ്രോജക്റ്റ് വിൽ ബിക്കം എ വൈറ്റ് എലിഫന്റ്. പ്രൊജക്റ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതൊരു വെള്ളാനയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നർത്ഥം. ദേ എക്സ്പെക്റ്റഡ് ഇറ്റ് ടു ബി എ ക്യാഷ് കൗ ബട്ട് ഇറ്റ് ടേൺ ടു എ വൈറ്റ് എലിഫന്റ്. വരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അപ്പോൾ അതൊരു വെള്ളാനയായി മാറി. രണ്ട് വാക്കും ഒരേ സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആർ യു ഷുവർ ദിസ് പ്ലേസ് നീഡ്സ് എ ബിഗ് മോൾ. ഈ സ്ഥലത്തിന് ഇത്രയും വലിയൊരു മോൾ വേണോ? ദിസ് വിൽ ബിക്കം എ ക്യാഷ് കൗ. ഇത് നമുക്കൊരു വരുമാന മാർഗ്ഗമാകും. ഐ തിങ്ക് ഇറ്റ് വിൽ ബിക്കം എ വൈറ്റ് എലിഫന്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു വെള്ളാനയായി മാറുമെന്നാണ്. ഇതാണ് ഈ രണ്ട് പ്രയോഗത്തിൻ്റെയും ഉപയോഗം. ഓക്കെ, താങ്ക് യു.